നമസ്കാരം. അടിപൊളി സ്വാദിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹാർദ്രമായ സ്വാഗതം. എന്താണ് ഇന്നത്തെ നമ്മുടെ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഗ്രിൽഡ് ഫിഷ് വിത്ത് ബെൽ പെപ്പർ ആൻഡ് കൊറിയാണ്ടർ സോസ്. ഗ്രിൽഡ് ഫിഷ് വിത്ത് ബെൽ പെപ്പർ ആൻഡ് കൊറിയാണ്ടർ സോസ്. മല്ലിയിലേറെ ഓക്കെ. അതും പിന്നെ ഈ ബെൽ പെപ്പർ എന്ന് പറയുന്നത് നമ്മുടെ ക്യാപ്സിക്കൊക്കെ അങ്ങനെയും പറയുന്നുണ്ട്. ക്യാപ്സിക്ക എന്നാണ് നമ്മൾ പറയുന്നതെങ്കിലും ഇതിന് ബെൽ പെപ്പർ എന്ന് പറയാറുണ്ട്. പിന്നെ വേറെ എന്ത് പെപ്പർ പേരുണ്ടല്ലോ? ഷിംല മിർച്ച് പറയും. ഷിംല മിർച്ച്. അപ്പോൾ എന്തായാലും ശരിയാണ്. നമുക്ക് ഇന്നത്തെ വിഭവം നമുക്ക് തുടങ്ങാം. ഇത് നെയ്മീനാണ് സ്ലൈസ് ചെയ്തിട്ടുള്ളൂ. അതിലേക്ക് നമ്മൾ മാരിനേഷൻ ചെയ്യേണ്ടത് ഒലിവ് ഓയിൽ, കുറച്ച് ഒലിവ് ഓയിൽ, ക്രഷ്ഡ് റെഡ് പെപ്പർ, പിന്നെ നമ്മുടെ ഉണക്കമുളക് പൊടിച്ചത് ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഫിഷ് നമ്മൾ ഗാർണിഷ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒലിവ് ഓയിൽ ഒരു 15 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോൾ അടുത്ത് നമുക്ക് പാനിൽ ഫിഷ് ഗ്രില്ല് ചെയ്യാം. ഒരു പാനിൽ നമുക്ക് വെജിറ്റബിളും ഫിഷ് ആകുമ്പോഴത്തേക്ക് വെജിറ്റബിളും ആവും, പെട്ടെന്ന് പരിപാടി കഴിയും. Can we cut one moment? Yeah. Okay. Don't do your fish yet. Can do it, wait, chef. Yeah. I think if you want to have result in 15 minutes, this is too big. Next നമ്മൾ കുറച്ച് ഒലിവ് ഓയിൽ. ഒന്ന് 4 മിനിറ്റ് എടുക്കുന്നു ജസ്റ്റ് സോട്ടായി വരണം. സവാള ഒന്ന് ഒരു ആദ്യം ശരിക്കും കുക്കാത്തില്ല, ജസ്റ്റ് ഒരു ഗ്ലേസ് ചെയ്യാന്ന് പറയുന്നത്. കുക്ക് ആവണമെന്നില്ല. അപ്പോൾ നമ്മൾ ഇപ്പം ഇവിടെ വന്ന് ഇനി മുതൽ ഞാൻ എന്ത് കഴിക്കുന്ന കണ്ടീഷനായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുക്കായാലും ഞാനീ കഴിക്കും. അതതിന് Because of me. Oh, thank you. സോൾട്ട്, നമ്മുടെ പെപ്പർ മില്ലിന് കുരുമുളക് പൊടിച്ചതാണ് ഇടുന്നത്. കുറച്ച് വെജിറ്റബിൾ സ്റ്റോക്കാണ്. ഒത്തിരി വേണ്ട, കുറച്ച് മതി. അറിയാലോ വെജിറ്റബിൾ സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ തിളപ്പിച്ച ആ വെള്ളമാണ് വെജിറ്റബിൾ സ്റ്റോക്ക്. പിന്നെ ഈ വെള്ളം സ്റ്റോക്ക് വറ്റി കഴിഞ്ഞാൽ റെഡി ആയത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഫിഷ് ഗ്രില്ല് ചെയ്യാനായിട്ട് ഓൾറെഡി ഹോട്ടാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ഇതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഇല്ല, ഒലിവ് ഓയിൽ ഒലിവ് ഓയിൽ വേണ്ട നമുക്ക്, ഇതിനകത്ത് ഓൾറെഡി ഒലിവ് ഓയിൽ ഉണ്ടല്ലോ. അപ്പോൾ ഈ ഒലിവ് ഓയിൽ കുറച്ച് നമുക്ക് വെറുതെ വേസ്റ്റ് അല്ല, ഒത്തിരി ഓയിലാക്കണ്ട. ഒലിവ് ഓയിൽ കുഴപ്പമില്ല, എന്നാലും ഇതിനകത്ത് നമ്മൾ ഒരു ഡ്രസ്സിങ് ഉണ്ട്. ഇതിൽ ഒലിവ് ഓയിൽ, മല്ലിയില ചെറുതായി എരിഞ്ഞത്, പീനട്ട്, ക്രഷ് ചെയ്ത പീനട്ട്, കടലുണ്ട് നിലക്കടൽ, അത് ഓൾറെഡി റെഡിയാണ്. ഒലിവ് ഓയിൽ, പീനട്ട്, മല്ലിയില, സോൾട്ട്. Heat mashed potatoes for the garnish. What's this? We have prepared some mashed potatoes for the garnish. Just so what we've done for this is yes. Tell me. Yes, so you boil the potatoes. You peel the potatoes, cut in dice, regular dice. Then boil it in water with salt and some